ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് നിങ്ങളുടെ ഫിംഗർ എക്സസൈസുകളാണ്. അപ്പം നിങ്ങളുടെ ഫിംഗറുകൾ മൂവ് ചെയ്യുമ്പോൾ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, ഓരോ സ്ട്രിങ്ങിന് അടുത്ത സ്ട്രിങ്ങിലുള്ള ക്രോസിങ്സ്, അതുപോലെ സ്ലർഡ് ബോ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ബോയിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്രോസിങ് എക്സസൈസുകൾ ആണ് കൂടുതലുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നല്ലോണം വാച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വയലിൻ പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കണം വയലിൻ. നമ്മുടെ ഫേസ് ലെവൽ നിൽക്കണം. ചിലവർ ഇങ്ങനെ ഹോൾഡ് ചെയ്യാറുണ്ടോ, ചിലവർ ഡൗൺ ചെയ്യാറുണ്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വയലിൻ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് നിൽക്കണം. ബോ പിടിക്കുന്നുണ്ടല്ലേ, നമ്മൾ നേരെ ഇതുപോലെ പിടിക്കണം. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ബോ പിടിക്കുന്നത്, പിടിച്ചിട്ടുണ്ടോ. ഈ ചെറുവരൽ പിങ്കി ഫിംഗർ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ഇരിക്കണ്ടോ, ഈ ഷേപ്പിൽ നിൽക്കണം. ഒരിക്കലും തമ്പിങ്ങനകത്തോട്ട് കയറി വരാൻ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഡി സ്ട്രിങ്ങിൽ നിന്ന് എയിലോട്ട് പോകുമ്പോൾ നമ്മൾ ചില നോട്ടുകൾ വായിക്കുമ്പം ഇങ്ങനെ ഇടിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മൾ ബോ പിടിക്കുമ്പം ഒരു സ്ലൈറ്റ് ചേഞ്ച് കൊടുക്കണം അടുത്ത സ്ട്രിങ്ങിലേക്ക്. അതിനുള്ള എക്സസൈസുകളാണ് നമ്മളിപ്പം പറയുന്നത്. ഡി വായിക്കുക, നേരെ കുറച്ച് ഡൗൺ ചെയ്തിട്ട് എ. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ സ്ട്രിങ്ങിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള നമ്മൾ ബോ ബിറ്റ്വീൻ ബ്രിഡ്ജ് ആൻഡ് ഫിംഗർ ബോർഡ്. ഓക്കെ, അത് മറന്നു പോകരുത്. പിന്നെ നമ്മൾ ഈ എക്സസൈസ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആക്കി കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മിഡിൽ ബോ യൂസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചിലവർ ചോദിക്കുന്നുണ്ട് നോട്ടുകൾ വായിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേയിങ്ങിനകത്ത് വരുന്നില്ലെന്ന്. അതിനകത്ത് ഒന്നാമത്തെ റീസൺ നമ്മൾ ഇപ്പം ഡി സ്ട്രിങ് കഴിഞ്ഞു ഇ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത എഫ് വായിക്കുമ്പോൾ നിങ്ങൾ ഇ എന്നുള്ള ഫിംഗർ എടുക്കാൻ പാടില്ല. അടുത്ത ജി വായിക്കുമ്പോൾ നിങ്ങൾ മുന്നിലത്തെ രണ്ട് ഫിംഗറും ഹോൾഡ് ചെയ്യുക. അടുത്ത എ സ്ട്രിങ്ങിൽ സെയിം പ്രൊസീജിയർ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇത് പ്രാക്ടീസ് ചെയ്തെങ്കിലുള്ളൂ നമുക്ക് നമ്മുടെ ഫിംഗറിങ് കറക്റ്റ് പ്രോപ്പർ പ്ലേസിൽ നമുക്ക് വരാൻ പറ്റുള്ളൂ. അത് പിന്നീട് നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് വായിക്കുന്ന സ്റ്റെക്കാറ്റോ എന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ മ്യൂസിക്കിൽ. സ്റ്റെക്കാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മിക്കവരും വായിക്കുന്നത് അത് ഒരു ലെഗാറ്റോയും സ്റ്റെക്കാറ്റോയുടെ വ്യത്യാസം. ലെഗാറ്റോ എന്ന് ചിലർ നമ്മൾ നോർമൽ വായിക്കുന്ന സ്റ്റൈലാണ് ലെഗാറ്റോ എന്ന്. സ്റ്റെക്കാറ്റോ എന്ന് ചിലർ ഇങ്ങനെ ബൗൺസ് ചെയ്ത് വായിക്കുന്നതിനാണ് സ്റ്റെക്കാറ്റോ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നമ്മൾ ഈ ബോ പിടിക്കുമ്പം കറക്റ്റ് സ്ട്രിങ്ങിന് വയ്ക്കുക. അതുപോലെ നിങ്ങളുടെ ബോയുടെ ഹെയർ കുറച്ച് ടൈറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഇപ്പം വായിക്കുമ്പോൾ നമ്മൾ ഡി സ്ട്രിങ്ങിന് വയ്ക്കും. കണ്ടോ? അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ഓവർ കൊടുക്കാൻ പാടില്ല, സ്ക്രാച്ച് സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് ഒരു സ്റ്റെക്കാറ്റോ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. അധികം വെയിറ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ സ്ലർ നോട്ടുകൾ, അതുകൂടെ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ലർ നോട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ നോട്ടുകൾ, അതായത് 2-3 നോട്ടുകൾ നമ്മൾ ഒരു ബോയിൽ വായിക്കുന്നതിനാണ് സ്ലർ എന്ന് പറഞ്ഞാൽ ടൈ എന്ന് പറയും എന്ന് വായിക്കാം. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡി സ്ട്രിങ്ങിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ബോ വരെ ഡി വായിക്കുക, അടുത്ത ഹാഫിന് ഇ വായിക്കുക, തിരിച്ച് ഹാഫ്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ആദ്യം. അപ്പം എന്ത് ചെയ്യുക, ഈ രണ്ട് നോട്ടുകൾ വെച്ച് 1 2 3 4
ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്ലറിങ് കിട്ടും. പിന്നെ നമുക്ക് ഇതിനെ 4 നോട്ട്സിനെ ഒരു ബോയിലാക്കാം. അതുപോലെ അബോയിൽ നമുക്ക് എയിൽ 4 നോട്ട് അല്ലോ. അത് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 8 നോട്ട്സ് ഒരു ബോയിൽ. ഇത്തരം എക്സസൈസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലേയിങ്ങിനെ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ടെക്നിക് സ്റ്റഡീസാണ്. കാരണം നിങ്ങളുടെ വായിക്കുന്ന നിങ്ങളുടെ ഫിംഗറും നിങ്ങളുടെ ഓരോ പോർഷൻസും നിങ്ങളുടെ ബോയുടെയും വയലിൻ്റെയൊക്കെ ഓരോന്ന് നല്ലോണം കറക്റ്റ് ആകാൻ വേണ്ടിയുള്ള എക്സസൈസാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.